ഇവിടെ ഒത്തിരിയേറെ ആളുകൾ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ഒത്തിരിയേറെ ദൈവാനുഭവം ലഭിച്ചുകൊണ്ട് കടന്നു പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് കാരണം തിയോഫിനച്ചൻ തന്നെ ഒരു പ്രാർത്ഥനയുടെ ആൾരൂപമായിരുന്നു. അച്ഛൻ അതിരാവിലെ എഴുന്നേറ്റ് സെമിനാരിലെ പ്രാർത്ഥനയ്ക്ക് കൊയറിലേക്ക് കടന്നു വരികയും നേരത്തെ കൂട്ടി അച്ഛൻ അവിടെ ഉണ്ടായിരിക്കും, പ്രാർത്ഥനയിലായിരിക്കും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അച്ഛൻ്റെ ദിവ്യകാരുണ്യ ഭക്തി. ആ ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹം തന്നെയാണ് അച്ഛൻ്റെ മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിലും ആ കർത്താവിൻ്റെ കാരുണ്യം എല്ലാവരിലേക്കും പകർന്നു നൽകുവാനായിട്ട് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും അച്ഛനൊരു ആശ്വാസമായിട്ട് മാറിയെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ വരുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയൊരു സന്തോഷമാണ്. കാരണം അവർ മാധ്യസ്ഥം തേടി അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ആ ദേവദാസനെ ധന്യനായി സഭ അംഗീകരിച്ചു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷം ആൾക്കാർക്കുണ്ട്. ഇവിടെ വരുന്നവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവദാസൻ്റെ നാമം വിളിച്ച് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ ഫേവേഴ്സ് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. തിയോഫിനച്ചൻ്റെ നാമധേയത്തിലുള്ള ആ മ്യൂസിയത്തിൽ ചെല്ലുമ്പോൾ ഒത്തിരി താങ്ക്സ് ഗീവിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള നിലവിളക്കുകളും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ വരുന്നവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടാൻ അവർ ചെയ്യുന്നത് ഇവിടെ ഒത്തിരി നിയോഗങ്ങളുമായിട്ടുള്ള കടലാസുകൾ വെച്ചിട്ടുണ്ട്. ആ കടലാസിൽ ഒരെണ്ണം അവർക്ക് ആവശ്യപ്പെട്ട നിയോഗം എടുക്കും. ഒരു ചിരാതിൽ ആ നിയോഗം വെച്ച് എണ്ണയൊഴിച്ച് തിരി കത്തിച്ച് ദൈവദാസന്റെ മാധ്യസ്ഥത്തോട് ചേർത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പോകും. ഞാനായിരുന്നു ഏറ്റവും ചെറിയ കുട്ടി ആ കൂട്ടിലുണ്ടായിരുന്നു. ഇവിടെ തിയോഫിനച്ചൻ്റെ കൂടെ 4-5 വർഷം എൻ്റെ 7th സ്റ്റാൻഡേർഡ് മുതൽ SLC വരെ ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം മുതൽ ധാരാളം ആളുകൾ ഇവിടെ വന്നിരുന്നു. തിയോഫിനച്ചൻ്റെ അടുത്ത് പല പ്രശ്നങ്ങളായിട്ട് സംസാരിക്കാനും പല വീടുകൾ സന്ദർശിക്കാനും അച്ഛൻ പോയിരുന്നു. ഇപ്പോഴും ഒന്നാമത്തെ ഈ കാട് പ്രദേശമായിരുന്നു. ഇവിടെ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ യാതൊന്നും ഉണ്ടായില്ല. റോഡ് സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല, ബസ്സിൻ്റെ അതൊന്നും ഉണ്ടായില്ല. ഈ കാട് പ്രദേശത്ത് ഇപ്പം എല്ലാ വീടുകളിൽ നിന്നും പല ആളുകൾ ഇവിടെ വന്നിരുന്ന് അച്ഛനായിട്ട് പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ചില സംഗതികൾ, ചില യാഥാർത്ഥ്യങ്ങൾ, അതായത് അദ്ദേഹത്തിന് ഈ ബൈലൊക്കേഷൻ ആ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഒരേ സമയം തന്നെ 2 സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുക. അത് അനുഭവിച്ച വ്യക്തി എന്നോട് നേരിട്ട് പറഞ്ഞതാണ്.